ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലവും പുറപ്പെടുവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം, ഒരു ജീവിതാവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ജീവിതമാണ്, പ്രതീക്ഷ ഒരിക്കൽ പോലും ഇല്ലാത്ത, പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ പോലും പ്രത്യാശിക്കുവാൻ, പ്രതീക്ഷിക്കുവാൻ നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആരെങ്കിലും പ്രിയമുള്ളവരെ, തരിശായ കിടക്കുന്ന ഒരു ഭൂമി, അവിടെ എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് അന്വേഷിച്ച് ആരെങ്കിലും ചെല്ലാറുണ്ടോ? ഇല്ല. അത് തരിശായി കിടക്കുകയാണ്. തരിശായി കിടക്കുന്ന ഭൂമിയെ ഫലഭൂയിഷ്ടമാക്കണമെങ്കിൽ നമ്മുടെ ഒരു അധ്വാനം ആവശ്യമാണ്. ആ മണ്ണ് ഇളക്കി മറിക്കണം. ഇളകി മറിയുമ്പോൾ പ്രിയമുള്ളവരെ, അവിടേക്ക് ജീവൻ്റെ ഒരു വലിയ കൃപ അവിടേക്ക് വരുവാൻ നമ്മൾ ഇടവരുത്തുകയാണ്. അവിടെ വെള്ളം നനയ്ക്കാൻ തുടങ്ങുന്നു, പിന്നെ വിത്ത് വിതയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു. തരിശായി കിടക്കുന്നതാണ്, ഒരു ഫലം അവിടെയില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന ആ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കണമെങ്കിൽ ഒരു പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ നാം ഈ ഭൂമിയെ ഇളക്കി മറിക്കാനുള്ള അധ്വാനം നമുക്കുണ്ടാകണം. നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങുകയും പ്രതീക്ഷയോടെ നാം വിത്ത് വിതയ്ക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഫലം നൽകുന്നത് ദൈവമാണ് എന്നോർക്കണം. ദൈവത്തിൻ്റെ വചനം പറയാണ്, ജെറമിയയുടെ പുസ്തകം 4-ാം അധ്യായം അതിൽ 3-ാമത്തെ വാക്യം പറയാണ്, നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതു മറിക്കുവിൻ. അതായത് നമ്മളോട് പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ആദ്യം ഈശോയല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്ന സക്കേവൂസാണ്. സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അവൻ പൊക്കം കുറവുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നു. അവൻ്റെ കുറവ് അവൻ മനസ്സിലാക്കുകയാണ്. എന്നിട്ടോ അവൻ മുമ്പേ ഓടുകയാണ്. എന്നിട്ട് വൃക്ഷത്തിൽ പൊത്തിപ്പിടിച്ച് കയറുകയാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് ആ വഴിയെ വരുന്നത്. അവൻ കർത്താവിനെ കാണാനേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ കർത്താവ് അവനെ കാണുകയും അവൻ്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുകയും അവൻ്റെ വീട് ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ട ചില പ്രവൃത്തികളാണ്. എൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം ഒരു അധ്വാനം, ഒരു കാത്തിരിപ്പിനേക്കാൾ മുമ്പ് ഒരു അധ്വാനം, ഒരു പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക, ഞാൻ ആരംഭിക്കാൻ തുടങ്ങുക. ഈശോ പ്രത്യേകം പറയുന്നുണ്ട്, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. എന്താണ് മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്? നിൻ്റെ പാപത്തിൻ്റെ ഉള്ളിൽ നീ കൃപകളെ നീ നിറയ്ക്കരുത്. നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് നീ ദൈവത്തിൻ്റെ മുമ്പിൽ തരിശു ഭൂമിയായി മാറുകയാണ്. എന്നിട്ട് നീ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയാൽ അനുഗ്രഹം. അല്ലെങ്കിൽ പാപത്തിൻ്റെ ഉള്ളിൽ നീ എന്ത് ചെയ്താലും അത് പാപം നിന്നെ മുക്കിക്കളയും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം, നമുക്ക് അനുതാപത്തോടെ ദൈവത്തിന് മുമ്പിൽ വരാം, എന്നിട്ട് കർത്താവിനോട് പാപമോചനം യാചിക്കാം, എന്നിട്ട് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഒരു ജോലിയും ചെയ്യാൻ പറ്റാതെ, പഠിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ മടുപ്പ് തോന്നി ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെല്ലാം സമർപ്പിക്കുകയാണ്. ഒന്ന് ഉഴുതു മറിക്കാൻ, തരിശുഭൂമിയിൽ വിത്ത് വിതയ്ക്കാൻ, അതിൽ വെള്ളവും വളവും ഞങ്ങൾക്ക് ഇട്ടുകൊടുക്കുവാൻ, അതിനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കലും പാപത്തിൻ്റെ ഉള്ളിലേക്ക് പ്രസാദവരം കടന്നു വരികയില്ലല്ലോ ഈശോയെ. ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ മാനസാന്തരപ്പെട്ട് അങ്ങയുടെ മുമ്പിലേക്ക് ഇതാ കടന്നു വരുന്നു. കർത്താവേ, കൃപ ചൊരിയണമേ, അനുഗ്രഹിക്കണമേ. ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം, നിന്റെ ഹൃത്തിൽ ഞാനെന്നും വാസമാക്കാം. ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം, നിന്റെ ഹൃത്തിൽ ഞാനെന്നും വാസമാക്കാം. പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്കാനയിക്കാം. പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്കാനയിക്കാം. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.